നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ്. ഇംഗ്ലണ്ടിൽ നിന്നും സ്പെയിനിൽ നിന്നുമൊക്കെ കുടിയേറിയ ജനങ്ങൾ അമേരിക്കൻ വൻകരകളിൽ കോളനികൾ സ്ഥാപിച്ചു. എന്നാൽ ഇംഗ്ലണ്ട് ഈ കോളനികളെ ചൂഷണം ചെയ്യാനും അവരുടെ മേൽ നികുതി ചുമത്താനും തുടങ്ങി. തുടക്കത്തിൽ കോളനികൾ പ്രതികരിച്ചില്ലെങ്കിലും ക്രമേണ ഇതിനെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങി. അതിനെ അടിച്ചമർത്താൻ ഇംഗ്ലണ്ടും തുനിഞ്ഞതോടെ ഇരുവിഭാഗവും തമ്മിൽ യുദ്ധമുണ്ടാകുകയും ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിലുള്ള കോളനി സൈന്യം വിജയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് ഈ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു. അമേരിക്കൻ വിപ്ലവം ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. അമേരിക്കൻ ഭരണഘടനയിലെ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലും ഇടം പിടിച്ചു. അമേരിക്കൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് പഠിക്കാം. അമേരിക്കൻ വിപ്ലവം. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കൻ വൻകരയിൽ എത്തിച്ചേർന്നത് 1492. 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കൻ വൻകരയിൽ എത്തിച്ചേർന്നത്. സാന്റാ മരിയ, പിന്റ, നൈന എന്നിവയാണ് കൊളംബസിന്റെ കപ്പലുകൾ. സാന്റാ മരിയ, പിന്റ, നൈന എന്നിവയാണ് കൊളംബസിന്റെ കപ്പലുകൾ. അമേരിക്ക എന്ന പേര് നൽകിയത് അമേരിക്കോ വെസ്പുച്ചി. അമേരിക്കോ വെസ്പുച്ചി അമേരിക്ക എന്ന പേര് നൽകി. മതപീഡനത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തിച്ചേർന്നവർ അറിയപ്പെട്ടത് തീർത്ഥാടക പിതാക്കന്മാർ എന്നാണ്. പിൽഗ്രിം ഫാദേഴ്സ്. അവർ സഞ്ചരിച്ച കപ്പലാണ് മേഫ്ലവർ. ഇംഗ്ലണ്ട്, സ്പെയിൻ, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നും ആളുകൾ അമേരിക്കൻ വൻകരകളിലേക്ക് കുടിയേറി അവർ അവിടെ 13ഓളം കോളനികൾ സ്ഥാപിച്ചു. കാലക്രമേണ ഇംഗ്ലണ്ട് ഈ കോളനികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അമേരിക്കൻ കോളനികളിൽ ഇറക്കുമതി ചെയ്യുന്ന കടലാസ്, തേയില, ഗ്ലാസ് എന്നിവയ്ക്ക് ഇംഗ്ലണ്ട് അടിച്ചേൽപ്പിച്ച നികുതി ചുങ്കം അറിയപ്പെട്ടതാണ് മെർക്കന്റിലിസം. അമേരിക്കൻ കോളനികളിൽ ഇറക്കുമതി ചെയ്യുന്ന കടലാസ്, തേയില, ഗ്ലാസ് എന്നിവയ്ക്ക് ഇംഗ്ലണ്ട് അടിച്ചേൽപ്പിച്ച നികുതി ചുങ്കം അറിയപ്പെട്ടത് മെർക്കന്റിലിസം എന്നാണ്. അടിച്ചേൽപ്പിച്ച മറ്റു നികുതികളാണ് നാവിഗേഷൻ ആക്ട്, ഷുഗർ ആക്ട്, സ്റ്റാമ്പ് ആക്ട് എന്നിവ. നാവിഗേഷൻ ആക്ട്, ഷുഗർ ആക്ട്, സ്റ്റാമ്പ് ആക്ട്. സ്റ്റാമ്പ് ആക്ട് 1765 കോളനികളിൽ നടപ്പിലാക്കുന്നത്. 1765 സ്റ്റാമ്പ് ആക്ട് കോളനികളിൽ നടപ്പിലാക്കുന്നത്. സപ്തവത്സര യുദ്ധം നടന്നത് 1756 മുതൽ 1763 വരെ. ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലാണ് ഈ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിലുണ്ടായ സാമ്പത്തിക ഭാരം കുറക്കാൻ ഇംഗ്ലണ്ട് കോളനികളിൽ അധിക നികുതി ചുമത്തി. തങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഇംഗ്ലണ്ടിന് നികുതി നൽകാൻ കോളനികൾ വിസമ്മതിച്ചു. എന്നാൽ ഇംഗ്ലണ്ട് കൂടുതൽ നിയമങ്ങൾ ഉണ്ടാക്കി ബുദ്ധിമുട്ടിച്ചു. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ്. ടീ ആക്ട് പാസാക്കിയത് 1773. 1773 ടീ ആക്ട് പാസാക്കിയത്. സ്വാതന്ത്ര്യത്തിന്റെ മക്കൾ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് സാമുവൽ ആഡംസ് ആണ്. സൺസ് ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിന്റെ മക്കൾ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് സാമുവൽ ആഡംസ്. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773 ഡിസംബർ 16. ഡിസംബർ 16, 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ബോസ്റ്റൺ തുറമുഖത്തെത്തിയ 342 തേയിലപ്പെട്ടികൾ വിപ്ലവകാരികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെട്ടത്. സാമുവൽ ആഡംസ് ആണ് നേതൃത്വം നൽകിയത്. ഡിസംബർ 16, 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. തുടർന്ന് ഇംഗ്ലണ്ട് ബോസ്റ്റൺ തുറമുഖം അടച്ചിരുന്നു. ബോസ്റ്റൺ ടീ പാർട്ടിയെ തുടർന്ന് ഇംഗ്ലണ്ട് കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ദ ഇൻടോളറബിൾ ആക്ട്. ബോസ്റ്റൺ ടീ പാർട്ടിയെ തുടർന്ന് ഇംഗ്ലണ്ട് കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങൾ ദ ഇൻടോളറബിൾ ആക്ട്. ഇതിനെതിരെ പ്രതികരിച്ച് കോളനികൾ സമ്മേളിച്ചു. കോളനികളുടെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളിച്ചത് 1774 ഫിലോഡൽഫിയയിലാണ്. 1774 ഫിലോഡൽഫിയയിലാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഇതിൽ വിട്ടുനിന്ന കോളനിയാണ് ജോർജിയ. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ കോളനികളുടെ സൈനിക തലവനായി തിരഞ്ഞെടുത്തത് ജോർജ് വാഷിംഗ്ടൺ ആണ്. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ കോളനികളുടെ സൈനിക തലവനായി തിരഞ്ഞെടുത്തത് ജോർജ് വാഷിംഗ്ടൺ ആണ്. ബ്രിട്ടീഷ് രാജാവായ ജോർജ് മൂന്നാമൻ ഒലിവ് ഷാഗ പെറ്റീഷൻ എന്ന പേരിൽ കത്തയച്ചുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗത്വത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ കോളനികൾ നടത്തുന്നു. എന്നാൽ അത് പരാജയപ്പെടുന്നു. തുടർന്ന് 1775 ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നു.
1776 ജൂലൈ 4 കോളനികൾ ഒരു സ്വതന്ത്ര പ്രഖ്യാപനം നടത്തി ഇനി മുതൽ ഇംഗ്ലണ്ടിനെ അംഗീകരിക്കില്ല എന്ന തീരുമാനമെടുത്തു. എല്ലാ മനുഷ്യരെയും ദൈവം തുല്യരായി സൃഷ്ടിച്ചിരിക്കുന്നു, മറ്റൊരാളുടെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കാൻ ആർക്കും അവകാശമില്ല എന്ന് തുടങ്ങുന്ന വാചകത്തോടെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരംഭിക്കുന്നു. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ജൂലൈ 4 അമേരിക്കയിൽ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. ജൂലൈ 4 അമേരിക്കയിൽ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത്. 1781 ജോർജ് വാഷിംഗ്ടൺ ബ്രിട്ടീഷ് സൈനിക തലവൻ കോൺവാലിസ് പ്രഭുവിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു. 1781 ജോർജ് വാഷിംഗ്ടൺ ബ്രിട്ടീഷ് സൈനിക തലവൻ കോൺവാലിസ് പ്രഭുവിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലണ്ട് 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നത്. ഫ്രാൻസിന്റെ ലൂയി 16 ഇംഗ്ലണ്ടിലെ രാജാവ് ജോർജ് 3 ചേർന്ന് ഉടമ്പടി ഉണ്ടാക്കിയത്. അമേരിക്കൻ വിപ്ലവം നടന്ന കാലഘട്ടം 1763 മുതൽ 1783 വരെ. വിപ്ലവകാരികളെ സഹായിച്ച ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 16. ലൂയി 16 വിപ്ലവകാരികളെ സഹായിച്ച ഫ്രഞ്ച് ചക്രവർത്തി. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫ്രാൻസ് അമേരിക്കക്ക് സമ്മാനിച്ചു. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫ്രാൻസ് അമേരിക്കക്ക് സമ്മാനിച്ചു. ശില്പി ഫ്രെഡറിക് എഫ് ബെർത്തോളി. 1787 സെപ്റ്റംബർ 17 ഫിലോഡൽഫിയയിൽ അമേരിക്കൻ ഭരണഘടനയിൽ ഒപ്പുവെച്ചു. വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 1787 സെപ്റ്റംബർ 17 ഫിലോഡൽഫിയയിൽ അമേരിക്കൻ ഭരണഘടനയിൽ ഒപ്പുവെച്ചു. ലോകത്തെ ഏറ്റവും പഴയതും ചെറുതും എഴുതപ്പെട്ടതുമായ ആദ്യത്തെ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നുമാണ് ഇന്ത്യയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് രൂപീകരിക്കാനുള്ള ആശയം രൂപപ്പെട്ടത്. അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നുമാണ് ഇന്ത്യയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് രൂപീകരിക്കാനുള്ള ആശയം രൂപപ്പെട്ടത്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ആർക്കും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. ജോൺ ലോക്കാണ് മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ആർക്കും അവകാശമില്ല എന്ന് പറഞ്ഞത്. കോമൺ സെൻസ് എന്ന പുസ്തകം എഴുതിയത് തോമസ് പെയിൻ. കോമൺ സെൻസ് എന്ന പുസ്തകം എഴുതിയത് തോമസ് പെയിൻ. യുദ്ധം ആരംഭിക്കുന്നതിനു മുൻപേ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞത് ജോൺ ആദംസ്. യുദ്ധം ആരംഭിക്കുന്നതിനു മുൻപേ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞത് ജോൺ ആദംസ്. യുഎസിന്റെ ദേശീയ പിതാവ് ജോർജ് വാഷിംഗ്ടൺ. യുഎസിന്റെ ദേശീയ പിതാവാണ് ജോർജ് വാഷിംഗ്ടൺ. 1789 ഏപ്രിൽ 30 ആദ്യ പ്രസിഡന്റായി അദ്ദേഹം. അമേരിക്കയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ് സാമുവൽ ആഡംസ്. സാമുവൽ ആഡംസ് ആണ് അമേരിക്കയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ്. യുഎസ് ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. യുഎസ് ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി എന്ന് തുടങ്ങുന്ന ഗെറ്റിസ്ബർഗ് പ്രസംഗം ആരുടേതാണ്? എബ്രഹാം ലിങ്കൻ. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി എന്ന് തുടങ്ങുന്ന ഗെറ്റിസ്ബർഗ് പ്രസംഗം ആരുടേതാണ്? എബ്രഹാം ലിങ്കൻ. 1865 എബ്രഹാം ലിങ്കൻ കൊല്ലപ്പെട്ടു. 1865 എബ്രഹാം ലിങ്കൻ കൊല്ലപ്പെട്ടു. ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം അമേരിക്കൻ വിപ്ലവം. ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ഉൾക്കൊണ്ടത് അമേരിക്കൻ വിപ്ലവത്തിൽ നിന്നാണ്. ട്രൂമാൻ ഡോക്ട്രിൻ എന്നത് അമേരിക്കയുടെ വിദേശ നയമാണ്. ട്രൂമാൻ ഡോക്ട്രിൻ എന്നത് അമേരിക്കയുടെ വിദേശ നയമാണ്. പൊതുഭരണത്തിന്റെ പിതാവ് വുഡ്രോ വിൽസൺ. പൊതുഭരണത്തിന്റെ പിതാവ് വുഡ്രോ വിൽസൺ. ശീതസമരം എന്ന പുസ്തകം രചിച്ചത് വാൾട്ടർ ലിപ്മാൻ. ശീതസമരം എന്ന പുസ്തകം രചിച്ചത് വാൾട്ടർ ലിപ്മാൻ. ഭരണകൂടത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യത്തിനപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ അമേരിക്കൻ വിപ്ലവകാലത്ത് ഉയർന്നു വന്നതാണ്. ഭരണകൂടത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യത്തിനപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ അമേരിക്കൻ വിപ്ലവകാലത്ത് ഉയർന്നു വന്നതാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. താങ്ക് യു.